തിരിച്ചെടുത്ത് പൽകുണർത്തണം. ദീനിന്ദുലൂമുകൾ തുറക്കും അറിവിൻ ജാലകം. ദീനിന്ദുലൂമുകൾ തുറക്കും അറിവിൻ ജാലകം. ദീപ്തി തെളിച്ചു കാവൽ തീർത്ത ഖൈറിൻ താരകം. യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ, യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ. തൂബലനാ 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 ഹഖിൻ യഖീനേ. തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ. തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. അതതിൽ നമുക്കലിപ്പെഴുതാം അഹ്ലം വസഹ്ല. ബുശ്റാക്കുമുൽ ജന്നത്തിന്റെ പൂർണ്ണ ജമാല. തൂബലനാ 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 ഹഖിൻ യഖീനേ. തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ. വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن اتبع سنته إلى يوم الدين. أما بعد. ആദരണീയരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ബുശ്റാക്കുമുൽ യൗം എന്ന നമ്മുടെ പരിപാടി അൽഹംദുലില്ലാഹ് വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പല കാരണങ്ങളാൽ കൂടുതൽ സജീവമായി പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ പുതിയ ഒരു പേരിൽ റമളാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മാത്രം ഒരുമിച്ച് കൂട്ടി ആ വിഷയത്തിൽ ഓരോ വിഷയത്തിലും അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയത്തിലും വളരെ സജീവമായ, വളരെ പഠനാർഹമായ ക്ലാസുകൾ നമ്മുടെ പ്രഗത്ഭരായ ഉസ്താദുമാര് നടത്താൻ ഉള്ള പ്ലാനിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളും നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ ബുശ്റാക്കുമുൽ യൗമിൽ കുറച്ചുകൂടെ പങ്കെടുക്കുക എന്നൊരു നിലയിൽ, ഒന്നുകൂടെ പങ്കെടുക്കുക എന്ന നിലയിൽ ഒരു ചെറിയ ഒരു ക്ലാസ് അല്പസമയം, എന്നാൽ അത് ഇപ്പോഴത്തെ സാഹചര്യവുമായി റമളാനുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ബുശ്റാക്കുമുൽ യൗമിൽ പങ്കെടുക്കുക എന്നൊരാഗ്രഹം നിറവേറ്റുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമ പറയുവാനും പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും സർവശക്തനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെ ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു ഹദീസിലെ ഒരു ജുംല, ഒരു ഭാഗം മാത്രമാണ് ചെറിയൊരു വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഈ സന്ദർഭവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമായി നമുക്ക് അനുഭവപ്പെടും. അതായത് വിശുദ്ധ റമളാൻ ആഗതമാവുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ബാബുർ റയ്യാൻ എന്ന പേരിൽ ഒരു പുതിയ ഒരു വിശാലമായ ഒരു പരിപാടിക്ക് പ്ലാൻ ചെയ്യുന്നത്? അതുപോലെ ഒരുപാട് എല്ലാവരും ഓരോ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനൊരു പ്രത്യേക രൂപവും അതൊരു ജാമ്യവും മാന്യവുമായ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനെ ഇങ്ങനെ വിശദീകരിക്കേണ്ടുന്ന, വീണ്ടും വീണ്ടും അതിനെ
അതിന്റെ ഓരോ വിഷയങ്ങളും നാം ഇത്ര ഗൌരവത്തിൽ സംസാരിക്കേണ്ടുന്ന ആവശ്യം എന്താണ്, അതിനെ സംബന്ധിച്ചൊക്കെ ഒരു ബോധവൽക്കരണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ റമളാൻ കഴിഞ്ഞു, അടുത്ത റമളാൻ വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പെട്ടെന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ മനുഷ്യന്റെ ആയുസ് എത്ര പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ റമളാൻ കഴിഞ്ഞു, അതിന്റെ അന്ന് നോമ്പ് തുറക്കെ നടത്തിയ അതിന്റെ ഭക്ഷണം കഴിച്ചു, കൈ കഴുകിയതിന്റെ മണം ഇപ്പോഴും പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അത്ര പെട്ടെന്നാണ് മാസങ്ങൾ, ദിവസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെയാണല്ലോ. തമുറുൽ ലയാലി വൽ ഹവാദിസു തൻഖളി കഅദ്ഗാസി അഹ്ലാമിൻ വനഹ്നു റുഖൂദു വഅജബു മിൻ ദാ അന്നഹാ കുല്ല സഅത്തിൻ തഹസ്സു ബിനാ സൈറൻ വനഹ്നു ഖുഊദു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. തമുറുൽ ലയാലി വൽ ഹവാദിസു തൻഖളി, രാപ്പകലുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ആ രാപ്പകലുകളിൽ വലിയ വലിയ സംഭവ വികാസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം നടന്നു. കഅദ്ഗാസി അഹ്ലാമിൻ വനഹ്നു റുഖൂദു, ഉറങ്ങിടക്കുന്ന ആള് സ്വപ്നം കാണുന്നത് പോലെയാണ് അതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു കഴിഞ്ഞ വർഷം എന്തെല്ലാം സംഭവിച്ചു, സംഭവിക്കുന്നു, പോകുന്നു. അപ്പൊ ഒരു എന്ന് പറയാ, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു ഓർമ്മ മാത്രമായി നിലനിൽക്കുന്നു. ഒരു രാത്രി എന്തെല്ലാം സ്വപ്നം കാണുന്നതുപോലെയുള്ള ഒരു അനുഭവം മാത്രം. ഈ രൂപത്തിൽ വളരെ പെട്ടെന്ന് സമയങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു. എന്നാൽ വഅജബു മിൻ ദാ, ഇതിനേക്കാൾ അത്ഭുതകരമായിട്ടുള്ളത്, ഇതിനേക്കാൾ ചിന്തിക്കേണ്ടുന്ന വിഷയം, ചിന്താബന്ധുരമായൊരു വിഷയമാണ് എന്ത്? അന്നഹാ കുല്ല സഅത്തിൻ തഹസ്സു ബിനാ സൈറൻ തജിദ്ദു ബിനാ സൈറൻ, അങ്ങനെ ഉണ്ടാവാം റിവായത്ത്. വനഹ്നു ഖുഊദു, രണ്ടും അർത്ഥം ഒന്ന് തന്നെ. നമ്മയും കൊണ്ട് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വനഹ്നു ഖുഊദു, നാം ഇവിടെ ഇരിക്കുകയാണെങ്കിലും, നാം നമ്മുടെ വീട്ടിലോ നമ്മുടെ ഓഫീസിലോ നമ്മുടെ പള്ളിയിലോ നമ്മുടെ കടയിലോ എവിടെ ഇരിക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ ഇരിക്കാവും, ഉറങ്ങുമായിരിക്കും. അപ്പോഴൊക്കെ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട്? ഒരു ലക്ഷ്യത്തിലേക്ക്. ആ ലക്ഷ്യത്തിലേക്ക് നാം അറിയാതെ നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു നമ്മുടെ ആയുസ്സിൽ എങ്കിൽ ഈ അത്രത്തോളം നാം ഖബറിനോട് അടുത്തു എന്നാണല്ലോ അതിന്റെ അർത്ഥം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ഒരു 60 വയസ്സാണെങ്കിൽ, ഇപ്പോ അതിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു. ഇനി 45 വയസ്സായ ഒരാൾക്ക് ഇനി 15 ബാക്കിയുള്ളൂ. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? 50 അള്ളാഹു അവന് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ 45 വയസ്സൊരാൾക്ക് ഇനി 5 വർഷമേ ബാക്കിയുള്ളൂ. 48 അള്ളാഹു അവന് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ 3 വർഷമേ അവന് ബാക്കിയുള്ളൂ. 70 അള്ളാഹു അവന് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ 25 വർഷമേ ബാക്കിയുള്ളൂ. എന്നാ 25 പോകുന്നതിന് വല്ല കണക്കുണ്ടോ? വളരെ പെട്ടെന്നെല്ലാം കഴിയും. അതല്ല 46 വർഷമാണ് അവന് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ 45 വയസ്സായ ആൾക്ക് ഇനി 1 വർഷമേ ബാക്കിയുള്ളൂ. 45.5 വർഷമാണ് അവന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ 45 കഴിഞ്ഞു, ഇനി 6 മാസമേ അവന് ബാക്കിയുള്ളൂ. അടുത്ത റമളാനിലും ഉണ്ടാവില്ല. ആർക്കാണ് ഈ കൂട്ടത്തിൽ പറയാൻ കഴിയുക എനിക്ക് ഇനി 1 വർഷം കൂടി ഉണ്ടെന്ന്? ആർക്കും സാധ്യമല്ല. വളരെ പെട്ടെന്ന് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന വിഷയം, ഈ യാത്ര ഇങ്ങനെ പോയി നാം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, ഖബറിലേക്ക് നാം എത്തുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുനർജന്മം നൽകുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു. ഈ പുനർജന്മ സമയത്ത് ആ ഘട്ടത്തെ സംബന്ധിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, അവിടെ മനുഷ്യൻ ഒരല്പസമയം മാത്രം ദുനിയാവിൽ ജീവിച്ചതുപോലെ അവന് അനുഭവപ്പെടുമെന്നാണ്. ലം യൽബസു ഇല്ലാ സാഅ, ചില ആയത്തുകളിൽ കാണാം ഇല്ലാ സാഅ, ഒരു സാഅത്താണ് നാം ദുനിയാവിൽ ജീവിച്ചത് എന്ന് മനുഷ്യൻ അനുഭവപ്പെടും. ചിലർക്ക് ഒരു ദിവസം എന്ന് ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക്
അല്ലെങ്കിൽ ബഅളയവും ഒരു ദിവസം പോലുമില്ല എന്ന് അനുഭവപ്പെടുന്നു. ഇങ്ങനെ പല രൂപത്തിലാണ് ഖിയാമത്ത് നാളിൽ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് അനുഭവപ്പെടുക എന്ന് ഖുർആൻ പറയാം. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു വലിയ രസകരമായിട്ടാണ് ആ വിഷയം അവതരിപ്പിച്ചത്. യൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൂറിൽ ഊതപ്പെടുന്ന ദിവസം മുജ്രിമീങ്ങളെ നാം ഹശ്ർ ചെയ്യും, പുനരുജ്ജീവിപ്പിക്കും, ഒരുമിച്ച് കൂട്ടും. യൗമഇദിൻ, അന്ന് സുർഖൻ, മഞ്ഞക്കണ്ണന്മാരായ അല്ലെ നീലക്കണ്ണന്മാരായിട്ട്. അവരുടെ കണ്ണ് പൂച്ചക്കണ്ണ് എന്നൊക്കെ പറയില്ലേ, എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ കണ്ണിന് തിമിരം ബാധിച്ചാൽ കണ്ണിന് അസുഖമുള്ള ആളുകളുടെ കണ്ണിന് തരം ഒരു നീല കളറായിരിക്കും. കണ്ണിന്റെ യഥാർത്ഥ നൂറ് ഇല്ലാത്ത ആളുകളുടെ കണ്ണ് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അധികവും കാണാൻ കഴിയും ഒരു തരം ഒരു ഇളം നീല കലർന്ന ആ ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയിലാണ് അവരെ ഹശ്ർ ചെയ്യുക എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ പണ്ഡിതന്മാര് പറഞ്ഞത്, ആ സന്ദർഭത്തിലുള്ള ആ പുനരുജ്ജീവിപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ ഹശ്റിന്റെ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഭയാനകരമായ ആ അന്തരീക്ഷത്തിൽ, ആ അവസ്ഥയിൽ എല്ലാം നശിച്ച് എല്ലാ നിലക്കും പരിഭ്രാന്തരായി പരിഭ്രമിച്ചുകൊണ്ട് കണ്ണ് കാണാത്തൊരവസ്ഥ മനുഷ്യന് അവിടെ അനുഭവപ്പെടുകയാണ്. ഒരു കണ്ണ് കാണാത്തവന്റെ അവസ്ഥയാണ് അവിടെ അനുഭവപ്പെടുന്നത്. അത് അല്ലാഹു വരച്ചു കാട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യതഖാഫതൂന ബൈനഹും, അവർ വളരെ രഹസ്യമായി ഇങ്ങനെ സംസാരിക്കും. പേടിച്ചരണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും അവർക്ക് ധൈര്യം വരില്ല. അവരിങ്ങനെ സ്വകാര്യത്തിൽ പറയും, ഇല്ലബിസ്തും ഇല്ലാ അശ്റ, നിങ്ങൾ ദുനിയാവിൽ വെറും 10 ദിവസമാണ് താമസിച്ചത് എന്ന് ചിലർ പറയും. അള്ളാഹു പറയാണ്, നഹ്നു അഅലമു ബിമാ യഖൂൽ, അവരെന്താണ് പറയുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഇത് യഖൂലു അംസലും ത്വരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമാ, അവരെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആള്, നല്ല തന്റേടമുള്ള ആള്, ബുദ്ധിമതിയായ ആള്, അയാള് പറയെന്താ, ഇല്ല 10 ദിവസമൊന്നുമില്ല, നിങ്ങൾ 1 ദിവസമാണ് താമസിച്ചത് എന്നാണ്. ഒരൊറ്റ ദിവസമേ നിങ്ങൾ താമസിച്ചിട്ടുള്ളൂ എന്നാണ് പറയാ. ഇത് സൂറത്തു ത്വാഹയിലാണ് ഈ ആയത്തുള്ളത്. നിങ്ങൾ ഒറ്റ ദിവസമേ താമസിച്ചിട്ടുള്ളൂ ഈ നിലക്ക് പറയും എന്നാണ്. എന്ന് വെച്ചാൽ ആ ഹശ്റിന്റെ സമയത്ത്, പുനർജന്മത്തിന്റെ സമയത്ത് അപ്പോൾ ഉണ്ടാകുന്ന ആ ഭീകരാവസ്ഥ കൊണ്ട് മാത്രം, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ഒരു അവസ്ഥ കൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതം അതിന്റെ ഭയാനകരതയുടെ മുന്നിൽ, ആ അവസ്ഥയുടെ മുന്നിൽ മനുഷ്യന്റെ ജീവിതം മുഴുവനും കഴിഞ്ഞുപോയ എല്ലാം തന്നെ വെറും ഒരു സ്വപ്നമായി അവൻ അനുഭവപ്പെടുന്ന, വെറും ഒരു നിസ്സാരമായി ഏതാനും നിമിഷങ്ങൾ മാത്രമായി അനുഭവപ്പെടുന്ന ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് എന്നാണ് ഖുർആൻ വരച്ചു കാട്ടിയത്. പിന്നെ അതിന്റെ ശേഷമുള്ളതൊന്നും പറയാലല്ലോ. ഇതാണ് അവിടുത്തെ അവസ്ഥ. അഅദലുഹും റഅയൻ വഅമലൻ, അവര് തന്റേടുള്ള ആള് പറയാ, എന്തെന്ന്, ഇല്ല 10 ദിവസമൊന്നുമില്ല, 1 ദിവസമാണ് നമ്മൾ താമസിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആ പറച്ചിലിനെ തന്റേടമുള്ള ആള് എന്ന് പറയാൻ കാരണം എന്താ? അത്രത്തോളം ബുദ്ധിയുള്ളവരെ പോലും പരിഭ്രമിപ്പിക്കുന്ന ഭീകരാന്തരീക്ഷമാണ് അവിടെ ഉള്ളത് എന്ന് മനുഷ്യന് മാനിച്ചു കൊടുക്കാനാണ്. ഈ സന്ദർഭത്തിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മരണപ്പെട്ടതിന് ശേഷം എല്ലാവരും ദുഃഖിക്കും. മാ മിൻ അഹദിൻ യമൂതു ഇല്ലാ നദിം, എല്ലാവരും ദുഃഖിക്കും. അപ്പോ ചോദിച്ചു, വമാ നദാമത്തുഹു യാ റസൂലല്ലാഹ്, എന്താണ് ആ നദാമത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താണ് നദാമത്ത്, ഏത് വിധത്തിലാണത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, ഇൻകാന മുഹ്സിനൻ, അവൻ നല്ലവനാണെങ്കിൽ, നല്ല മനുഷ്യനാണ്, നന്നായി ജീവിച്ച ആളാണ്, സ്വർഗം കിട്ടിയ ആളാണ്, എന്നാലും ദുഃഖിക്കുന്ന പറയുന്നത്, ഖേദിക്കും. അവന് പറയും എന്തിന്റെ പേരിൽ അവൻ ദുഃഖിക്കുന്നത്? അല്ലായക്കൂന ഖദിസ്ദാദ്, കുറച്ചുകൂടെ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ
ളുഹറിന്റെ സുന്നത്ത് കൂടെ നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലെങ്കിൽ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിച്ചിരുന്ന ആള് അത് 4 ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ദിവസം 3 റക്അത്ത് വിത്ർ നമസ്കരിച്ചിരുന്ന ആള് ഞാൻ 11 തന്നെ നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദിവസം 1 ജുസ് ഖുർആൻ ഓതിയിരുന്ന ആള് അപ്പോൾ കിട്ടുന്ന സവാബിന്റെയും മഹത്വങ്ങളുടെയും ആദരവുകളുടെയും സർവോപരി അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മഹബ്ബത്തിന്റെയും ആ സ്നേഹത്തിന്റെയും ഒക്കെ മുന്നിൽ ഒക്കെ നമ്മുടെ അമലുകൾക്കനുസരിച്ചാണല്ലോ. അവിടെ അത് കാണുമ്പോ പടച്ചവനെ അങ്ങനെയുണ്ടല്ലോ, കുറച്ചുകൂടെ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ. നന്നായി പഠിച്ചൊരു കുട്ടി, നന്നായി പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തൊരു കുട്ടി, ആ കുട്ടി മാർക്ക് വന്നു നോക്കുമ്പോ 100ൽ 80 കിട്ടിയത്, അല്ലെ 85 കിട്ടിയത്. കുട്ടി അപ്പം എന്താ ചിന്തിക്കുക, ഞാൻ ആ ഒരു വിഷയം അവിടെ വിട്ടുപോയി, അതും കൂടി എനിക്ക് എഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ആ ഒരു വിഷയം എനിക്ക് നോക്കി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല, ഞാൻ എഴുതിയിരുന്നുവെങ്കിൽ എന്നാണല്ലോ ചിന്തിക്കുക. ആ മാർക്ക് അറിയുന്ന സന്ദർഭം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഇത് കാണുന്നതാ. തെരഞ്ഞെടുപ്പില് ജയിച്ച സ്ഥാനാർത്ഥിക്ക് തോന്നുന്നത് 10,000 വോട്ടിനാ ജയിച്ചതെങ്കിൽ മറ്റേ ഭാഗത്ത് ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ അത് 15 ആക്കാമായിരുന്നു. ആ ആരവത്തിൽ, ആ വിജയാഘോഷത്തിൽ അതാണ് തോന്നുന്നത്. എന്നാൽ ആഖിറത്തിൽ ചെന്നുകൊണ്ട് സ്വർഗവും അതിലെ സുഖങ്ങളും അതിലെ സന്തോഷങ്ങളും അതിലുപരി സർവോപരി അള്ളാഹുവിന്റെ അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കുമ്പോ അതൊക്കെ നമ്മുടെ ഇവിടുത്തെ അമലിനനുസരിച്ച, പ്രത്യേകിച്ച് ആ ലിഖാ നമ്മുടെ ജുമഅയുമായുള്ള നമ്മുടെ ബന്ധത്തിനനുസരിച്ചാണ്. അപ്പൊ ജുമഅക്കൊക്കെ ഞാൻ കുറച്ചുകൂടെ നേരത്തെ പോയിരുന്നുവെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും അവൻ എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ അപ്പം അവന് ആ നിലയ്ക്ക് ഒരു ദുഃഖം അവിടെ ഖേദം അനുഭവപ്പെടുകയാണ്. വൈകാന മുസീഅൻ, അവൻ മുസീ ആണെങ്കിൽ, നല്ലവനല്ലെങ്കിൽ, നല്ല ജീവിതം നയിച്ചവനല്ല, അവൻ മോശക്കാരനാണ്, അവന് നരകമാണ് എങ്കിൽ നദിമ, അവൻ ദുഃഖിക്കുന്നത് അല്ലായകൂന ഖദ് നസ, ആ തമ്മാടിത്തത്തിൽ നിന്ന്, തന്റെ ആ ദുശ്ചെയ്തികളിൽ നിന്ന് മാറി നിന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അവനും ദുഃഖം അനുഭവപ്പെടുമെന്നാണ്. അപ്പോൾ വേറെ ഹദീസിലുണ്ടല്ലോ, ആ ഹദീസിൽ വരുന്നത് എന്താ, സ്വർഗക്കാര് ഖേദിക്കുന്ന ഒരേ ഒരു വിഷയം എന്താ, അവര് അള്ളാഹുവിന്റെ ദിക്റിലല്ലാതെ സമയം കഴിച്ചു പോയ സമയത്തിന്റെ പേരിലാണ്. ആഖിറത്തിൽ ഫലം കിട്ടാത്തൊരു കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിച്ചതിന്റെ പേരിൽ മാത്രം അവർക്ക് ദുഃഖം ഉണ്ടാവുന്നത്. വേറെ ദുഃഖം അവർക്കില്ല. ഈ ദുഃഖം കൂടുതലുണ്ടായിരുന്നുവെങ്കിൽ എന്ന ദുഃഖം, ഖേദം അവർക്ക് അനുഭവപ്പെടുന്നു. മാന്യ സഹോദരങ്ങളെ, ഇതാണ് അവസ്ഥ. പൊതുവിലുള്ള അവസ്ഥ ഇതാണ്, മനുഷ്യന്മാരുടെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും സമയം വളരെ പെട്ടെന്ന് കഴിയുകയാണ്. പെട്ടെന്ന് കഴിയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതാണ് ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ സമയം പെട്ടെന്ന് കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമുക്കിപ്പോ അത് അനുഭവപ്പെടുന്നുണ്ട്, യാതൊരു സംശയമില്ലല്ലോ. എത്ര പെട്ടെന്ന് ആഴ്ചകൾ മാസങ്ങളൊക്കെ പോകുന്നത് എന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ഒരവസ്ഥയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ലാ തഖൂമു الساعة حتى يقبل العلم وتكثر الزلازل ويتقارب الزمان. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഹത്താ യുഖ്ബലൽ ഇൽമു, ഇൽമിനെ പിടിക്കപ്പെടുന്നത് വരെ. ഇൽമ് ഇല്ലാതെയാകും, ഇൽമ് കുറയും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൽമിന്റെ കുറവ് ഇൽമിന്റെ ഉലമാഇന്റെ ഖബൂൽ കൊണ്ടാണ്. ഉലമാഇനെ അല്ലാഹു ഖബൂൽ ചെയ്യും. നല്ലവരായ പ്രഗൽഭരായ ദീനിനെ ആഴത്തിൽ അറിഞ്ഞ, വിശുദ്ധ ഖുർആനിന്റെ ആഴം മനസ്സിലാക്കിയ മുതസബ്ബിതീങ്ങളായ, എല്ലാ വിഷയത്തിലും അഗാധ പാണ്ഡിത്യമുള്ള, തഹ്ഖീഖുള്ള, എന്തൊരു വിഷയത്തിലും നമുക്ക് അവലംബിക്കാൻ കഴിയുന്ന പ്രഗൽഭരായ പണ്ഡിതന്മാർ അവരിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ചെറുപ്പത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തില് നമ്മുടെയൊക്കെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ആ സ്റ്റേജിന്റെ അവസ്ഥ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും നമുക്ക് വലിയ വലിയ പണ്ഡിതന്മാരെ നൽകിയിട്ടുണ്ട്. പക്ഷെ ആപേക്ഷികമായി നമുക്ക് നോക്കുമ്പോൾ വലിയ വലിയ ഒരു ഇമാമിങ്ങളെന്ന് പറയാവുന്ന പലരും നമുക്ക് കഴിഞ്ഞുപോയി. അവര് പോകുമ്പോൾ അവരുടെ അതേ ലെവലിൽ നിൽക്കുന്ന ആളുകൾ വളരെ വിരളമാണ് വരുന്നത്. ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് കേരളത്തിന്റെ മാത്രം അവസ്ഥയല്ല, ലോക അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന്
ഇത്തഖദന്നാസ് റൂസൻ ജുഹാല, വിവരമില്ലാത്ത ആളുകളെ ജനങ്ങൾ എന്താക്കി മാറ്റും? അവര് നേതാക്കളാക്കി മാറ്റും. എന്നിട്ട് അവര് ഫത്വ കൊടുക്കും, വിവരമില്ലാതെ ഫത്വ കൊടുക്കും, അവർ സ്വയം പിഴക്കും, മറ്റുള്ളവരെ പിഴപ്പിക്കും ചെയ്യും. അത് ഒരു അടയാളമാണ്. വതക്സുറ സലാസിൽ, ഭൂമികുലുക്കങ്ങൾ അധികരിക്കും, ഭൂമികുലുക്കങ്ങൾ അധികരിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു വയതഖാറബ സമാൻ, സമയം അടുക്കും എന്ന്. സമയം അടുക്കും, സമയം ചുരുങ്ങും എന്നൊക്കെ അതിനർത്ഥമുണ്ട്. വതൽഹറൽ ഫിതനു, ഫിത്നകൾ ധാരാളമായി വെളിവാകും. വയക്സുറൽ ഹർജു, ഹർജ് അധികരിക്കും. ഹർജ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് കൊലയാണെന്ന്, കൊലപാതകം അധികരിക്കും. എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് ഈ കൊന്ന ആൾക്കും അറിയില്ല, കൊല്ലപ്പെട്ട ആൾക്കും അറിയില്ല. എന്തിനാ ഞാൻ ഇയാളെ കൊല്ലുന്നതെന്ന് അയാൾക്കും അറിയില്ല. ആ വിധത്തിൽ കൊല നടക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കും. ഇതിൽ പലതും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽപ്പെട്ട ഒന്നാണ് യതഖാറബ സമാൻ എന്ന് പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം നൽകി ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. യതഖാറബ സമാനു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സമയം അടുക്കുക എന്നല്ലേ വാക്കർത്ഥം. ഇത് വേറൊരു റിവായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യതഖാറബ സമാനു, സമയം ഇങ്ങനെ അടുക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്, ഫതകൂന സനതു കശ്ശഹർ, ഒരു വർഷം ഒരു മാസം പോലെയാവും. ഒരു വർഷം ചുരുങ്ങിയിട്ട് ഒരു മാസം പോലെയാകും. വയകൂന അശ്ശഹ്റു കൽ ജുമുഅതി, ഒരു ഷഹർ ഒരു മാസം ഒരാഴ്ചയെ പോലെയാകും. വതകൂന ജുമുഅതു കൽ യൗമി, അല്ലെങ്കിൽ ഒരാഴ്ച ഒരു ദിവസത്തെ പോലെയാകും, ഒരു ദിവസം ഒരു സാഅത്തിനെ പോലെയാകും എന്നൊക്കെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിധത്തിൽ പല ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന് വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പല വ്യാഖ്യാനങ്ങളും ഇവിടെ ഈ ഹദീസിന്റെ ഉദ്ദേശത്തിൽപ്പെട്ടത് തന്നെയാണ്. വിവിധ വ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ മറ്റത് എന്നല്ല, ഇതിൽ പലതും ഒരുപോലെ ഉദ്ദേശിക്കപ്പെട്ടതാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അത് ജവാമിഉൽ കലിമാണ്. ജവാമിഉൽ കലിമാണെന്ന് പറഞ്ഞാൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ട് ഒരുപാട് അർത്ഥങ്ങൾ അതിന് നൽകപ്പെടാൻ കഴിയും. ആ വിധത്തിലുള്ള വാക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികം പ്രയോഗിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഒരു പ്രത്യേകതകളിൽ റസൂലുള്ളാഹി തന്നെ എണ്ണിയതാണ്. ഉഅതീതു ജവാമി അൽ കലിമി, ജാമിആയ കലിമാത്തുകള്, അതായത് വിശാല അർത്ഥത്തിലുള്ള ചെറിയ ചെറിയ വാചകങ്ങൾ പറയാനുള്ള കഴിവ് അല്ലാഹു നൽകി എന്ന്. അപ്പോൾ റസൂലുള്ളാഹിയുടെ ഒരു വാക്കിന് വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ടാവും. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ ഇവിടെ ശരിയുമാണ്. ഇതിൽ ഒന്നാമത്തെ അർത്ഥം നമുക്ക് മനസ്സിലാകാവുന്ന നേരെ അർത്ഥം എന്താ? സമയം ചുരുങ്ങും തന്നെ. സമയം ചുരുങ്ങും എന്ന് പറഞ്ഞാൽ ഒരു വർഷം, അതിന്റെ വർഷം ഇപ്പോൾ 364, 365 ദിവസമാണെങ്കിൽ അത് ചുരുങ്ങിയിട്ട് 300 ആകും, അല്ലെങ്കിൽ 200 ആകും, അല്ലെങ്കിൽ എത്രയോ ആവാം, ചുരുങ്ങും. ഇത് അതിന്റെ ഒരു അർത്ഥമാണ്. ഇന്ന് ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണെങ്കിൽ അത് ചിലപ്പോൾ അത് ചുരുങ്ങി 15 ആവാം, 10 ആവാം, ഒരാഴ്ചയാവാം, അങ്ങനെ ചുരുങ്ങാം. ഇങ്ങനെയാണ് മറ്റേ ഹദീസ് സൂചിപ്പിക്കുന്നതും. രണ്ടാമത് ഞാൻ പറഞ്ഞ ഹദീസ് സൂചിപ്പിക്കുന്നതും അതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ എന്നതിൽ നിന്ന് ചിലപ്പോൾ 2 മണിക്കൂറാവും, 1 മണിക്കൂർ പകലും 1 മണിക്കൂർ രാത്രിയും, അല്ലെങ്കിൽ 2 മണിക്കൂർ പകലും 2 മണിക്കൂർ രാത്രിയും, അങ്ങനെയൊക്കെ ആവാം. ഇങ്ങനെ പല അവസ്ഥകളിലേക്ക് ഈ ഭൗതിക ലോകത്തിന്റെ അവസ്ഥ എത്തിപ്പെടും എന്ന് അതിന്റെ ഒരർത്ഥമാണ്. ഒരർത്ഥം അതാണ്. ഈ അർത്ഥം അത് സത്യവുമാണ്. ഈ അർത്ഥം അംഗീകരിക്കപ്പെട്ടതുമാണ്. കാരണം എന്തുകൊണ്ട്? ഇങ്ങനൊരു അവസ്ഥ ഈ ഭൗതിക ലോകത്തിന് സംഭവിക്കുമെന്ന് ഇന്ന് ശാസ്ത്രലോകം സമ്മതിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നീണ്ടു വിശാലമായി ഞാൻ പറയുന്നില്ല. അത് ഇന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഞാൻ ഉദ്ദേശിച്ച മൂന്നാമത്തെ അർത്ഥമാണ്. അത് വിശദീകരിക്കലാണ് എന്റെ ഉദ്ദേശം. എന്നിരുന്നാലും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ ഒരു മുഅ്ജിസത്ത് കൂടി അവിടെ വെളിവാകുകയാണ്. ആ മുഅ്ജിസത്ത് വെളിവാകുന്ന ഈ പ്രധാനപ്പെട്ട അർത്ഥം ഒന്ന് വിശദീകരിക്കാം. അതായത് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്
ബുദ്ധിപരമായി ഏതായാലും അതിനെതിരൊന്നുമില്ല. 24 ആവണമെന്ന് ബുദ്ധിക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ, അത് ചുരുങ്ങാലോ. പിന്നെ ഈ സൂര്യന്റെ മുന്നിൽ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ചുണ്ടാകുന്ന ഇത് കറക്കം സ്പീഡ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പൊ അത് ബുദ്ധിപരമായി അതിന് തടസ്സമല്ല. എന്നാൽ ശാസ്ത്രീയമായും ഇത് ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നല്ല, ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ രാപ്പകലുകൾ ഈ രൂപത്തിലല്ലായിരുന്നു, മറിച്ച് അത് ഇതിനേക്കാൾ വളരെ വേഗത്തിലായിരുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ ശാസ്ത്രലോകം അംഗീകരിക്കുന്നുണ്ട്, ശാസ്ത്രലോകം അതിനെ ശരിവെക്കുന്നുണ്ട്. ശാസ്ത്രലോകം ശരിവെച്ചതുകൊണ്ടല്ല നമ്മളിത് പറയുന്നത്, ഖുർആൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ശാസ്ത്രലോകം അംഗീകരിച്ചാൽ പിന്നെ ഇന്നിപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. അള്ളാഹു പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, കാര്യങ്ങൾ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ, അതിങ്ങനെ വെളിവായിക്കൊണ്ടിരിക്കുന്നല്ലേ. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ ഒരായത്തിൽ നമ്മോട് പറയുന്നുണ്ട്, അഅറാഫ് സൂറത്തിലെ 54-ാമത്തെ ആയത്ത്, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള്, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ ثم استوى على العرش يغشي الليل النهار يطلبه حثيثا എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള്, നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ആരാ? അത് അല്ലാഹുവാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഖലഖസ്സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ, 6 അയ്യാമിലായിട്ട് 3 യൗമുകളിലായിട്ട് അല്ലാഹു ആകാശഭൂമികളെ പടച്ചു. സുമ്മസ്തവാ അലൽ അർശി, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മേൽ മുസ്തവിയായി എന്ന്. അതിന്റെ ഉദ്ദേശം എന്തോ ആവട്ടെ, യുഗ്ശിൽ ലൈലൻ നഹാറ യത്ലുബുഹു ഹസീസാ എന്ന്. യത്ലുബുഹു ഹസീസാ, ഇങ്ങനെ ഒരു പ്രയോഗമാണ് ഖുർആനിൽ. സൂറത്ത് അറാഫിലല്ലേ, സൂറത്തുൽ അറാഫിലെ ഒരു ആയത്താണിത്. 6 അയ്യാമിന് 6 ദിവസം, ഞാൻ 6 പറഞ്ഞത്, 6 ദിവസത്തിലായിട്ട് 6 യൗമിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുഗ്ശിൽ ലൈലൻ നഹാറ യത്ലുബുഹു ഹസീസാ. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ആയത്താണിത്. ഈ ഭൂമി രാവ് പകലിനെയും പകല് രാവിനെയും പൊതിയുന്നു എന്ന് പറഞ്ഞിട്ട് യത്ലുബുഹു ഹസീസ എന്ന് പറയുന്നുണ്ട്. ഇത് അതിനെ വളരെ വേഗത്തിൽ, ശരീഅത്ത് വേഗത്തിൽ എന്ത് ചെയ്യുന്നു? തേടുന്നു. യത്ലുബുഹു ഹസീസ, വളരെ വേഗത്തിൽ അതിനെ തേടുന്നു എന്ന് പറയാം. ഹസീസായിട്ട്, ധൃതിയോടുകൂടെ, ധൃതിയിൽ ഒന്ന് മറ്റൊന്നിനെ തേടുന്നു. രാവിനെ പകലിൽ പൊതിയുന്നു, പകലിനെ രാവിലും പൊതിയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? യത്ലുബുഹു ഹസീസ, ഇത് അതിനെ, ഒന്നുകിൽ രാവ് പകലിനെ അല്ലെങ്കിൽ പകല് രാവിനെ വളരെ ധൃതിയിൽ അതിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ വളരെ പെട്ടെന്ന് ചെന്ന് പൊതിഞ്ഞുകൊണ്ട് രാവും പകലും പെട്ടെന്നുണ്ടാകുന്നു എന്ന ഒരു സൂചന, ഒരു അർത്ഥത്തിലുള്ള ഒരായത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ പറഞ്ഞത്. എന്നാൽ ഇന്ന് ആധുനിക ശാസ്ത്രം ഈ വിഷയത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതുകൊണ്ട് പഠിച്ചതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓരോന്നും തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് പല പഠനങ്ങൾ ഇങ്ങനെ നടന്നു. ഇവിടെ പഴയ പുരാവസ്തു ഗവേഷണത്തിലും അതിലൊക്കെ ഈ പഴയ ഭൂമിയുടെ ആഴത്തിൽ ആപതിച്ചു കിടക്കുന്ന ദ്രവിച്ചുപോയ വൃക്ഷങ്ങള്, അതുപോലെയുള്ള വസ്തുക്കളെ, ജീവികളുടെ അവശിഷ്ടങ്ങളെ പരിശോധിച്ച് ഇതിൽ നിന്നൊക്കെ ആ കാലഘട്ടത്തിന്റെ രാപ്പകലുകളുടെയും മറ്റൊക്കെ കണക്കുകൾ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാവുന്ന സാഹചര്യം ഇന്നുണ്ട്. ആ സാഹചര്യം വെച്ച് പഠിച്ച് അതിനെ സംബന്ധിച്ചുള്ള വിശകലനം നടത്തി, ആ വിശകലനത്തിൽ ഈ ഭൂമി
ഭൂമിയുടെ ഈ ചലനം ഏകദേശം, അതായത് ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇവരുടെ കണക്കനുസരിച്ച് ഏകദേശം 4,600 മില്യൺ വർഷങ്ങൾക്കപ്പുറം ഇതിന്റെ സ്പീഡ്, ഈ രാപ്പകലുകളുടെ സ്പീഡ്, ഈ ഭൂമിയുടെ ചലനത്തിന്റെ വേഗത അത് ഇതിനേക്കാൾ എത്രയോ കൂടുതലായിരുന്നു. അഥവാ ഒരു വർഷം 2200 ദിവസമായിരുന്നു എന്നാണ് അവരുടെ ഈ കണക്കനുസരിച്ച്. ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് അവരുടെ നിഗമനം എത്തിച്ചേർന്നിട്ടുള്ളത്, ഈ കണക്കെടുപ്പുകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്, അന്ന് ഒരു വർഷം എന്ന് പറഞ്ഞത് 2200 ദിവസം. ഇന്ന് 360 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 364 ചില്ലാനം എന്ന് പറയുന്നത് 2200 ദിവസമായിരുന്നു ഒരു വർഷം. അപ്പോ ഒരു രാപ്പകൽ എന്ന് പറയുന്നത് 4 മണിക്കൂറായിരുന്നു എന്നാണ് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തുടക്കമുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ഒടുക്കവും ഉണ്ടാവാം എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഭൂമിയുടെ ചലനം, ഭൂമിയുടെ ഈ അതിന്റെ അച്ചുതണ്ടിലുള്ള കറക്കം, അത് ഈ വലിയ കാറ്റുകളുടെയും മറ്റുമൊക്കെ ഫലമായിട്ട് ഓരോ നൂറ്റാണ്ടിലും ഒരു വളരെ നേരിയ എന്ന് പറഞ്ഞാൽ പറയത്തക്കല്ല, വളരെ ചെറിയ ഒരംശം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് അനുഭവപ്പെടുന്നില്ല. ആ കുറയൽ നൂറ്റാണ്ടുകൾ നീങ്ങുമ്പോൾ അത് മിനിറ്റുകളും പിന്നീട് മണിക്കൂറുകളുമായി മാറുന്ന അവസ്ഥ ഉണ്ടാകും എന്നും, മാത്രവുമല്ല അങ്ങനെ പോയി അവസാനം ഭൂമിയുടെ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ചലനം ഇപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടാണെങ്കിൽ അവിടുന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അനുഭവപ്പെടുന്ന, പടിഞ്ഞാറ് ഉദിച്ചു കിഴക്ക് അസ്തമിക്കുന്ന ഒരവസ്ഥ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, നേരെ എതിർ സൈഡിലേക്ക് ചലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് വരെ ആധുനിക ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഭൂമിയുടെ സമയത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. വർദ്ധിക്കുമെന്നും. ഇത് നമ്മുടെ ഖുർആൻ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രധാന വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുകയില്ല, ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തുകയാണ്. ആ സന്ദർഭത്തിൽ രാപ്പകലുകളുടെ ദൈർഘ്യം വർദ്ധിക്കുമെന്നവർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറഞ്ഞു വരുമെന്നും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ദജ്ജാല് 40 ദിവസം താമസിക്കും ഭൂമിയിൽ, അതിലെ ഒരു ദിവസം ഒരു വർഷം പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദിവസം ഒരു വർഷം പോലെയാണെന്ന് ഹദീസിലുണ്ട്. അപ്പൊ അതും സംഭവിക്കും, ഇതും സംഭവിക്കും. പിന്നീട് കുറഞ്ഞ് ആ കുറവ് എത്രത്തോളം എത്താം? പല രൂപത്തിലാവാം. അപ്പൊ ചുരുങ്ങുന്ന അവസ്ഥയും വരുന്നു. അപ്പൊ ഇതൊക്കെ ഇവിടെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ ഹദീസിന്റെ നേരെ അർത്ഥം സമയം ചുരുങ്ങുമെന്ന് പറയുന്നത് അസംഭവ്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്ജിസത്തായും കൊണ്ട് നൂറുൻ നുബുവത്ത് കൊണ്ട് പറഞ്ഞതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇന്നത്തെ ആധുനിക ശാസ്ത്രലോകം അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാനും വിശദീകരിക്കാനൊക്കെ കഴിയുന്ന ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അവരൊക്കെ അത് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനൊരു സൂചന പറയാനേ എനിക്ക് കഴിയുള്ളൂ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വാക്ക് അതിന്റെ ബാഹ്യമായ അർത്ഥമെന്തോ ആ അർത്ഥത്തിൽ തന്നെ പുലരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും മുഅ്മിനീങ്ങൾക്കില്ല. സമയം വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ എന്നിട്ട് സഹാബത്ത് ചോദിച്ചു, ഒരു വർഷം പോലെയാണ് ഒരു ദിവസമെങ്കിൽ അന്ന് 5 വക്ത് നിസ്കരിച്ചാൽ മതിയാന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ യഥാർത്ഥത്തിലുള്ള ദൈർഘ്യം തന്നെയാണ്. 5 വക്ത് നിസ്കരിച്ചാൽ മതിയെന്ന് വെച്ചപ്പോ പോരാ, 24 മണിക്കൂർ കണക്കാക്കിയിട്ട് നിസ്കാരത്തിന്റെ സമയങ്ങൾ കണക്കാക്കി നിസ്കരിച്ചോളണം എന്ന് വരെ പറഞ്ഞു. അപ്പൊ അത് കൃത്യമായ ദൈർഘ്യമാണ്. എന്നാൽ അതുപോലെ തന്നെ കൃത്യമായ വ്യക്തമായ ചുരുങ്ങലും സംഭവിക്കും എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അപ്പൊ അത് യതഖാറബു സമന്റെ ഒരു അർത്ഥമാണ്. രണ്ടാമതൊരർത്ഥം, അത് നമുക്കൊരു വലിയ മുഅ്ജിസത്തായി അത് വരാനിരിക്കുന്ന സംഭവമാണ്. ചില നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടാത്ത രൂപത്തിൽ ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അത് നമ്മൾ വിശ്വസിക്കുകയല്ലാതെ, അത് കേൾക്കുകയല്ലാതെ നമുക്കതിൽ കൂടുതലൊന്നും വിശദീകരിക്കാനില്ല. അതേസമയത്ത് ഇതിന് രണ്ടാമത്തെ ഒരർത്ഥം, യതഖാറബ സമൻ എന്ന് പറഞ്ഞതിന് മറ്റൊരർത്ഥമുണ്ട്. അതെന്താ അർത്ഥം? അത് യതഖാറബ സമൻ എന്ന് പറഞ്ഞാൽ സമയം അടുക്കും, ചുരുങ്ങുമെന്നല്ല, അടുക്കും. അതിപ്പോ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ്.
പിന്നെ ദൂരം അടുക്കുന്നു പറഞ്ഞല്ലോ എന്ന അർത്ഥത്തിലുള്ള അടുക്കല് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ദീർഘസമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ വരും. ഏതുപോലെ ഒരു കാലത്ത് നമുക്ക് ഒരു കത്ത് വരണമെങ്കിൽ എത്ര ദിവസം പിടിക്കണം? ഒരു വിവരം നമ്മുടെ നാട്ടിൽ നടന്നാൽ അത് നമുക്കറിയണമെങ്കിൽ എത്ര സമയമെടുക്കും? നമുക്കൊന്ന് നാട്ടിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകണമെങ്കിൽ കപ്പൽ വഴി, അതിന്റെ മുമ്പ് മൃഗങ്ങൾ വഴി എത്രയോ പ്രയാസപ്പെട്ട് മാസങ്ങളോളം നടക്കുന്നത് ഇന്ന് നമ്മൾ മണിക്കൂർ കൊണ്ട് നടക്കുന്നു, ഇല്ലേ? വളരെ പെട്ടെന്ന് നടക്കുന്നു, മണിക്കൂർ കൊണ്ട് നടക്കുകയാണ്. നമ്മൾ 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ നാട്ടിലെത്തി, 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ നാട്ടിലെത്തി. ഇത് സംഭവിക്കുന്നു. അത് മസാഫാത്ത്, ദൂരം ചുരുങ്ങി, അതായത് വഴിദൂരം ചുരുങ്ങുന്നു. ആ വഴിദൂരം ചുരുങ്ങുമ്പോഴൊക്കെ സമയം ചുരുങ്ങുന്നു, സമയത്തിന്റെ ദൈർഘ്യം ചുരുങ്ങുന്നു. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പൊ മസാഫാത്ത് ചുരുങ്ങുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? വഴിദൂരം ചുരുങ്ങുമ്പോൾ സമയത്തിന്റെ ദൈർഘ്യവും ചുരുങ്ങും. അപ്പൊ കുറഞ്ഞ സമയങ്ങളുണ്ട്. ഇഖ്തിസാലി എന്ന് പറയാം അതിന്. ഇഖ്തിസാലുൽ മസാഫാത്ത് ഇഖ്തിസാലുൽ ഔഖാത്ത് എന്ന്. അതിനെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ദീർഘസമയത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. ഉദാഹരണമായി ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു വിവരം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒരു കാര്യം നടന്നാൽ ആ വിവരം നമുക്ക് ലഭിക്കണമെങ്കിൽ വളരെ പ്രയാസകരമായിരുന്നു. ആ മാസങ്ങളോളം കാത്തിരുന്നു കൊണ്ടായിരിക്കും കിട്ടിയിരുന്നത്. ഇപ്പൊ നടക്കുമ്പോൾ ആ സ്പോട്ടിൽ, ആ സമയത്ത്, അതേ സെക്കൻഡിൽ നമ്മുടെ നേരിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസമേ ഉള്ളൂ. അത് ശാസ്ത്രീയമായ എന്തോ ഒരു നേരിയ വ്യത്യാസം പറയുന്നു എന്നല്ലേ ഉള്ളൂ. എന്നാൽ നമുക്കത് അനുഭവപ്പെടുന്നില്ല. അതേ സെക്കൻഡിൽ എന്ന രൂപത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. ഇത് അതിന്റെ ഒരു അർത്ഥമാണ്. ഇതിലേക്ക് ഈ നിലക്കുള്ള വ്യാഖ്യാനം നൽകാവുന്ന വേറെ ചില ഹദീസുകളും വന്നിട്ടുണ്ട്. ചില റിവായത്തുകളിൽ ഹത്താ തതഖാറബൽ അസ്വാഖു എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂക്കുകൾ, ചന്തകൾ അടുക്കും എന്ന്. ബിസിനസ് മാളുകൾ അടുക്കും. അത് ബിസിനസ് മാളുകൾ അടുക്കും എന്ന് പറഞ്ഞപ്പോ ദുബൈയിലൊക്കെ വന്ന് നോക്കിയവർക്ക് അത് പ്രത്യക്ഷത്തിൽ തന്നെ കാണാം. അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു സൂക്ക്, ഒരു മാള് തന്നെ അതൊരു സൂക്കാ, എല്ലാം അവിടെ ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കാണാം വേറൊരു മാള്. ഇങ്ങനെ മാളുകൾ അടുത്തടുത്ത് വരും. പണ്ടൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ പോകണമെങ്കിൽ പിന്നെ ഒരു സൂക്ക് കാണണമെങ്കിൽ, പണ്ടിപ്പോ നമ്മൾ കോഴിക്കോടൊന്ന് പോയാൽ പിന്നൊന്ന് കാണുവാണെങ്കിൽ എറണാകുളത്ത് കൊണ്ടുവരും ഒരു സൂക്ക് കാണണമെങ്കിൽ. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ, നമ്മുടെ ഓരോ പഞ്ചായത്തിലൊക്കെ സൂക്കുണ്ട്. എന്നാൽ അതിന്റെയൊക്കെ അപ്പുറം മറ്റൊരു രൂപമുണ്ട്. ഈ ഉള്ള സൂക്കുകൾ തന്നെ വളരെ അടുത്താണ്, നമ്മുടെ വിരൽ തുമ്പിലാണ്. അവിടെ വെച്ച് ആ സൂക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ആ സൂക്കുമായി ഇടപെട്ടുകൊണ്ട് ഒരു ബിസിനസ് നടക്കാൻ എന്തിന്റെ ആവശ്യമില്ല? കൂടുതൽ സമയത്തിന്റെ ആവശ്യമില്ല. ഇതൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുക. അത് ബോംബെ മാർക്കറ്റിൽ നിന്നാവട്ടെ, അതല്ല ലണ്ടനിൽ നിന്നാവട്ടെ, ലോകത്തിന്റെ ഏത് മൂലയിലാവട്ടെ, ആ മൂലകളിലൊക്കെയുള്ള അങ്ങാടികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് അത് വളരെ പെട്ടെന്ന് നമ്മുടെ റൂമിൽ ഇരുന്നു കൊണ്ട് നടക്കാവുന്ന അവസ്ഥ. തതഖാറബുൽ അസ്വാഖ്, സൂക്കുകൾ അടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോ ഈ ഒരു മാന, സമയത്തിന്റെ അടുപ്പം, സമയം വളരെ അടുത്തായി നമുക്ക് കിട്ടും. എന്തില്ല, ഈ പഴയ കാലത്ത് നാം ബുദ്ധിമുട്ടിയിരുന്ന ആ ദൈർഘ്യം അനുഭവപ്പെടുന്നില്ല. ഇതും ഇന്ന് നടക്കുന്നു. ഇതും അതിന്റെ ഒരു അർത്ഥമാണ്. ആ യതഖാറബ യൻഖുസ എന്ന് നസ്സാക്കാതെ റസൂലുള്ള യതഖാറബ എന്ന് പറഞ്ഞത് അതിനെന്നെയാണ്. യൻഖുസ എന്ന് പറയുമ്പോ ഈ നിലക്കുള്ള അർത്ഥം കൊടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നേരെ മറിച്ച് യതഖാറബ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം വളരെ വ്യക്തമാണ്. അടുത്ത് കിട്ടുക, അടുത്തു വരിക എന്നാണ് അർത്ഥം. സമയങ്ങൾ ഖരീബായി കിട്ടുക എന്നാണ് അർത്ഥം. അതും നമുക്ക് ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്തായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അർത്ഥമാണ്. ആ അർത്ഥവും ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നെ മൂന്നാമതൊരർത്ഥം, ഈ അർത്ഥമാണ് നമുക്ക് ഞാൻ നേരത്തെ തുടങ്ങി വെച്ച വിഷയവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്. യതഖാറബ സമൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമയം അടുക്കുന്നു തന്നെ. സമയം അടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമയം ചുരുങ്ങും എന്ന് നമ്മൾ ആദ്യം കൊടുത്ത അർത്ഥം. പക്ഷെ ഏതർത്ഥത്തിൽ? പ്രത്യക്ഷത്തിലുള്ള ചുരുങ്ങൽ അത് ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന അവസാന കാലത്ത് സംഭവിക്കുമെന്ന് സൂചന നൽകപ്പെട്ടു. എന്നാൽ അതല്ലാതെ അതിന്റെ ബറക്കത്ത്, അതിന്റെ സമറത്ത്, അതിന്റെ ഫലം അത് ചുരുങ്ങും എന്നർത്ഥം.
ഒരു മുൻകാലങ്ങളിൽ ഒരു മാസത്തിൽ ചെയ്യുന്നത് ഈ സമയത്ത് ഒരു വർഷത്തിൽ ചെയ്യാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ് മനുഷ്യന്റെ ആയുസ്സിൽ ബറക്കത്തില്ലാതെയാവുക, അവന്റെ ജീവിതത്തിൽ ബറക്കത്തില്ലാതെയാവുക, ഗുണമില്ലാതെയാവുക, ഫലമില്ലാതെയാവുക, സമറത്ത് കുറയുക, ഗുണം കുറയുക. ഇത് നമ്മുടെ അയിമ്മത്ത് ശുറൂഹുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ആയുസ്സിൽ ബർക്കത്തുണ്ടാകുക എന്ന വലിയ വിഷയമല്ലേ സഹോദരങ്ങളെ? എന്തിനാ കുറെ ജീവിക്കുന്നത്? ഉള്ള ജീവിതം അത് ബർക്കത്തുള്ളതായി കഴിഞ്ഞാല് പിന്നെ അവൻ മരിച്ചാലും ജീവിക്കാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ നബി ഇമാമ്, ഈ ഇമാമിങ്ങളൊക്കെ ഒരു അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. അവരവിടെ ഖബറിൽ കെടുക്കാന്നല്ലോ. മമ്പർത്ത തങ്ങള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മമ്പർത്ത തങ്ങള് ഖബറിൽ കെടുക്കുക. പക്ഷെ ഇന്ന് മൂപ്പരെ കൊണ്ടാണ് ദാറുൽ ഹുദ എന്ന് പറയുന്ന ഒരു ലോക പ്രശസ്തമായ ഒരു മഹാസ്ഥാപനം മൂപ്പരെ ചെലവിലാണ് നടക്കുന്നത്. മൂപ്പരെ കൊണ്ട് കാര്യം കിട്ടിയിട്ടല്ലേ ആളുകളവിടെ വരുന്നതും കാശിടുന്നതും. ആ കാശ് കൊണ്ടല്ലേ ഇന്ന് ഈ സ്ഥാപനം നടക്കുന്നത്. എന്തിനാ പിന്നെ ജീവിക്കണത്? മരണശേഷം അതേപോലെ അവരുടെ പ്രവർത്തനം നിലനിൽക്കല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇതൊക്കെ? എന്താണ് ആയുസിന്റെ ഗുണം? അങ്ങനത്തെ ആയുസ് എന്തിനാ കുറെ കൂടുതൽ? ഇമാം ഷാഫിഈ തങ്ങള് 54 വർഷല്ലേ ആകെ ജീവിച്ചത്. ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ ഏകദേശം 50ന്റെ അടുത്തെത്തി. നമ്മളെന്താ ചെയ്ത്? ഷാഫി ഇമാം എഴുതിയത് വായിക്കാൻ പോലും നമുക്ക് കഴിയോ? ഇമാം ഷാഫിഈ തങ്ങൾ ഈ 54 വർഷം കൊണ്ട് കൈകടത്താത്ത ഇൽമേതാ ഉള്ളത്? അവര് പിന്നെ സമൂഹത്തിന് നൽകാത്ത വിജ്ഞാനം ഏതാ ഉള്ളത്? എല്ലാ വിഷയത്തിലും അഗാധ പാണ്ഡിത്യവും ആ പാണ്ഡിത്യം മുഴുവനും സമൂഹത്തിന് നൽകുകയും ചെയ്തു. അതിനുശേഷം വന്ന മുഴുവൻ മുഅ്മിനും ഒരു റക്അത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഒരു സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം അവർക്കെത്തും. അത് മദ്ഹബ് പോലും വ്യത്യാസമില്ലാതെ. കാരണം മൂപ്പര ഇൽമ കൊണ്ട് ഇന്തിഫാ ഇല്ലാത്ത ഒരൊറ്റ മദ്ഹബിന്റെ ആലിമും പിന്നീട് വന്നിട്ടില്ല. ഉസൂലുൽ ഫിഖ്ഹിന് ശരിയായ രൂപം നൽകിയത് ഇമാം ഷാഫിഈ തങ്ങളാണ്. എന്നല്ല, ഇജ്തിഹാദിന് തന്നെ അതിന്റേതായ ഒരു മാനദണ്ഡവും അതിന്റേതായ രൂപവും ഇജ്തിഹാദിന്റെയും അഥവാ റഈ എന്ന പേരിൽ അറിയപ്പെടുന്ന റഈന്റെയും അഹ്ലുൽ ഹദീസിന്റെയും ഇടയിലുള്ള ആ അകൽച്ച ഇല്ലാതെയാക്കി അതിന് ആ സംയമനം നൽകിയതും അതിന് അതിന്റേതായ റൂട്ടിലൂടെ കയറ്റിവിട്ടതും ബഹുമാനപ്പെട്ടവരാണ്. അതുകൊണ്ട് എല്ലാ മദ്ഹബിന്റെ ഉലമാവും ഇമാം ഷാഫിയുടെ ഇൽമ കൊണ്ട് അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഷാഫി ഇമാം അവിടെ ഖബറിൽ കിടന്നോട്ടെ, 54 വയസ്സ് ജീവിച്ചോട്ടെ, പക്ഷെ അവർ ജനിച്ചോടെ മുതൽ ഇന്നും ജീവിക്കാം. ആ ആയുസിന്റെ ബർക്കത്ത് വേറെ ഇതിനുള്ളത്. ഷാഫി ഇമാമിനെ പറ്റി നടന്ന ഒരു സെമിനാറിൽ വേറെ ആളൊരു തമാശ പറഞ്ഞു. ഒരു മനുഷ്യൻ, ഒരാള് 84 വയസ്സായിരിക്കണത്, 80 വയസ്സ് കഴിഞ്ഞ ഒരാൾ, അയാളെ പണി ഡാൻസ് പഠിപ്പിക്കലാണ് പെൺകുട്ടികൾക്ക്. ഡാൻസ് ഇങ്ങനെ പഠിപ്പിക്കാം. മൂപ്പര് ഡാൻസ് പഠിപ്പിക്കും, പിന്നെ നന്നായി പഠിപ്പിക്കും. അവിടെ അധികം നിന്നിട്ടാണല്ലോ ഇപ്പൊ ഇത് ചെയ്തു കൊടുക്കേണ്ടി കാണിച്ചു കൊടുക്കേണ്ടിയൊക്കെ വരും. അതൊക്കെ നിന്നിട്ട് വേണ്ട പോലെ ചെയ്യും. അങ്ങനെ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. അവിടെ പോയാൽ ഇരുന്നിട്ടേ നിസ്കരിക്കുള്ളൂ, നിൽക്കാൻ വയ്യേ. അതുവരെ നിന്നിട്ടാ ജോലി ചെയ്യുന്നത്. പക്ഷെ പള്ളിയിൽ പോയാൽ ക്ഷീണം. 84 വയസ്സായതല്ലേ. ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ കാണും, നിസ്സാര വിഷയത്തിന് കസാരയും വലിച്ചു വരുന്ന കോലല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത് പള്ളിയിലൊക്കെ. ആ ആയുസും ഈ ആയുസും ഒരു സംഗതി ചിന്തിക്കേണ്ട വിഷയമാണല്ലോ ഇതൊക്കെ. അദ്ദേഹം ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും സംഗതി അത് വളരെയധികം നമ്മുടെയൊക്കെ ആയുസ്സും മറ്റുള്ളതും തുലനം ചെയ്ത് നോക്കേണ്ടതാണ് നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആയുസ്സിൽ ബർക്കത്തുണ്ടാവുക, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുക, ദിനരാത്രങ്ങളിൽ ബർക്കത്തുണ്ടാവുക, ഇതാണ് പ്രധാനം. അത് ചുരുങ്ങും. അതാണ് യതഖാറബസ്സമനു എന്നതിന്റെ ഒരു അർത്ഥം. ഇത് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് ചില കാരണങ്ങളുമുണ്ട്. ഒന്നാമത് നമുക്കുള്ള അശ്രദ്ധയും നമ്മുടെ പിന്നെ മടിയും അലസതയും ഒക്കെ അതിന് കാരണം. മൂന്നാമത്തത്, അങ്ങനെ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ ആയുസ്സിൽ ബർക്കത്തുണ്ടാവുക. ആഖിറത്തിലും ദുനിയാവിലും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാം, അള്ളാന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം, ഓരോ സെക്കൻഡും അതിനുവേണ്ടി ചെലവഴിക്കാൻ കഴിയുക. അതിന്റെ അർത്ഥം തീരെ ഉറങ്ങാൻ പാടില്ല എന്നല്ല. ഉറങ്ങലും അപ്പൊ ഇബാദത്തായി മാറും. നമുക്ക് ആരോഗ്യം, നമ്മുടെ പിന്നെ ശരീരത്തിന്റെ ഹക്ക് വീട്ടാൻ വേണ്ടി ചെയ്യുന്ന അതിന് പ്രതിഫലമാണല്ലോ. ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രതിഫലാർഹമാണ്. അപ്പോൾ പ്രതിഫലാർഹമായതല്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക, പ്രതിഫലാർഹമായതൊക്കെ ചെയ്യുക. ഇതിനെ തൊട്ട് നമ്മളെ തടയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ
നെറ്റാണ്. നമ്മുടെ നിസ്കാരം കഴിഞ്ഞ 5 മിനിറ്റ് നിസ്കരിക്കാൻ എങ്ങനെ പ്രയാസപ്പെട്ടിട്ട് ആ മനുഷ്യൻ പള്ളിയിലേക്ക് കയറുന്നതെന്നാണ് ചിന്തിക്കേണ്ടത്. കയറുന്നത് വരെ ഈ ഫോണിലാണ്. നിസ്കാരം സലാം വീട്ടിൽ ആദ്യം നോക്കുക വാട്സപ്പിൽ എന്താ വന്നിട്ടുള്ളതാണ്. ആദ്യം നോക്കുന്നത് അതാണ്. ചിലപ്പോ വല്ല മെസ്സേജും എല്ലാം എന്തല്ലാത്ത ഒരു പിടുത്തമില്ലാത്ത ഒരു കാര്യമില്ലാത്തതായിരിക്കും ഈ വന്നിട്ടുണ്ടാകുക. ഒരു കാര്യമുള്ളതൊന്നല്ലല്ലോ ഈ വരുന്നത്. അതൊന്നോ ഏതായാലും നിസ്കരിച്ച് ഇനി തസ്ബീഹും ദുആയും ദിക്റും കഴിയുന്നത് വരെ മാറ്റിവെക്കാൻ മനുഷ്യന് സമയമില്ല. ആ നിസ്കാരം ഒരു ഡ്യൂട്ടി നിർവഹിക്കുന്നത് പോലെ അത് നടക്കുന്നു. പിന്നീട് ആ സലാം വീട്ടിയാൽ ആദ്യം ചെയ്യുന്ന പണി ഇതാണ്. ഇങ്ങനെ തുടങ്ങി ഈ നെറ്റും ഈ ഫേസ്ബുക്കും ഈ കളിയും എന്താ അർജന്റീനയും മറ്റുള്ള ഇതൊക്കെ എനിക്ക് കൂടുതൽ പറയാൻ അറിയുന്ന വിഷയങ്ങളല്ല. ഇങ്ങനെ തുടങ്ങി കാൽപന്തും കൈപ്പന്തും ആകപ്പന്തും ഇതിന്റെ പിന്നാലെ നടന്ന് സീരിയലുകളും മുസൽസലാത്തുകളും ഇതിന്റെ പിന്നാലെ നടന്ന് നമുക്ക് ഖുർആൻ ഓതാൻ എവിടെ സമയം? നമുക്കെവിടെ ഖുർആൻ ഓതാൻ സമയം? ഖുർആൻ പഠിക്കാൻ എവിടെ സമയം? തസ്ബീഹ് ചെല്ലാൻ എവിടെ സമയം? ഒന്നിനും നമുക്ക് സമയമില്ല. ഞാൻ മറ്റൊരാളെ കുറ്റപ്പെടുത്തില്ല, നമ്മൾ ഓരോരുത്തരും എന്റെ നഫ്സിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് സമയമില്ല. ഈ ഉള്ള സമയം അതുകൊണ്ട് തന്നെ ചുരുങ്ങിപ്പോയി. നമുക്ക് സമയം വളരെ ചുരുങ്ങിയതായിട്ട് അനുഭവപ്പെടുന്നു. സമയം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാത്തതിന് വേണ്ടി കുറെ കാര്യങ്ങൾ നീക്കി വെക്കേണ്ടി വരുന്നു. പഴയകാലത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സമയം കുറെ ബാക്കിയായിട്ടാ തോന്നിയിരുന്നത്. ആ സമയത്ത് ഇന്ന് ഇങ്ങനെ കുറെ സമയം പോകുന്നത് കൊണ്ട് നമുക്ക് സമയം അടുത്തുപോയി. സമയം ഇല്ലായ്മ നമുക്ക് അനുഭവപ്പെടുന്നു. ഇതാണ് മലാഹികളെ കൊണ്ട്, മുഷ്ഗിലാത്തുകളെ കൊണ്ട്, ശവാഗില് ദുന്യവിയെ കൊണ്ട്, ദുന്യവിയായ ജോലിത്തിരക്ക് കൊണ്ട്. അന്ന് അതൊരു ഫലമുള്ള കാര്യമാണെങ്കിൽ, ദുന്യാവ് കിട്ടുന്നതാണെങ്കിലും എന്നാലും ഒരു ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. അതുമല്ലാത്ത ഒരു കാര്യവുമില്ലാത്ത വെറും മനുഷ്യനെ ദുന്യാവിനെ തൊട്ടും ആഖിറത്തിനെ തൊട്ടും അശ്രദ്ധരാക്കുന്ന, ആഖിറത്തിനെ തൊട്ട് പൂർണ്ണമായി അവനെ അശ്രദ്ധനാക്കുന്ന ഈ ഇത്തരം കളിതമാശകളിൽ ആഷ്ടനായി അതിൽ മുഴുകി മനുഷ്യന്റെ ആയുസ് ചുരുങ്ങുന്നു. ഫലമുള്ള ആയുസ് ചുരുങ്ങുന്നു. ഫലമുള്ളതൊന്നും ചെയ്യാൻ അവന് സമയമില്ലാതെയാവുന്നു. ഇത് ഹദീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരർത്ഥമാണ്. നമ്മുടെ അയിമ്മത്ത് പ്രധാനമായി നൽകിയിട്ടുള്ളൊരു അർത്ഥമാണ്. ഫത്ഹുൽ ബാരിയും ഇർഷാദുസ്സാരിയും ഫൈലുൽ ബാരിയും ഒക്കെ നോക്കിയാൽ ഈ മാന കൊടുത്തതായിട്ട് കാണാം. നമുക്ക് ഈ മാന അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഹത്താ തകൂന സനതു കശ്ശഹരി എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു മാസത്തെ പോലെയാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ ബറക്കത്തിൽ, അതിന്റെ ഗുണത്തിൽ മുൻഗാമികളായ ആളുകൾ ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവന് ഒരു വർഷം കൊണ്ടും ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. മുൻഗാമികളായ നമ്മുടെ മഹാന്മാര് ഒരു ആഴ്ചയിൽ ഒരു ഖത്തം തീർത്തിരുന്നുവെങ്കിൽ നമുക്കിപ്പോ ഒരു വർഷത്തിൽ അതിന് കഴിയുന്നില്ല. ഈ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇതാണ് നമ്മുടെ അതാണ് ആ പറഞ്ഞത്. കണ്ടോ, ഇത് നാം ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നാം ഒന്ന് നിയന്ത്രിക്കണം. നമ്മുടെ നഫ്സിനെ നാം തന്നെ നിയന്ത്രിക്കണം. നമ്മുടെ നഫ്സിനെ നാം നിയന്ത്രിക്കാതിരുന്നാൽ മറ്റൊരാൾ ഒന്നും നിയന്ത്രിക്കില്ല. ശരീരം എന്ന് പറഞ്ഞത് ഒരു കുട്ടിയെ പോലെയാണ്, മുല കുടിക്കുന്ന കുട്ടിയെ പോലെയാണ്. മുല കുടിക്കുന്ന കുട്ടി ആ മുലകുടി ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ അതിങ്ങനെ കുടിക്കും. അതിന് മുലകുടി നിർത്താൻ ഇഷ്ടപ്പെടില്ല. അത് പിന്നെ നമ്മൾ ആ മുല നിർത്തേണ്ടുന്ന സമയമാകുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് കഴിക്കുന്ന എന്തെങ്കിലും സാധനം കഴിക്കണ വേപ്പിന്റെ നീരൊക്കെ പുരട്ടിയിട്ട് കുട്ടിക്ക് കൊടുക്കും. അപ്പൊ പിന്നെ കുട്ടി കുടിക്കില്ല. അങ്ങനെ അതിൽ നിന്ന് ഒഴിവാകാണ്. ഈ വിധത്തിൽ നഫ്സിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ നഫ്സ് അതിന്റെ പിന്നാലെ പോകും. നമ്മുടെ ഒരു വർഷം ഒരു മാസത്തെ പോലെയാകും എന്നത് പോയി ഒരു വർഷം ഒരു ദിവസത്തെ പോലെയാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചുരുങ്ങും. അതുകൊണ്ട് ആ ഗൗരവം ഉൾക്കൊള്ളുകയും നമ്മുടെ സമയത്തെ ഫലപ്രദമാക്കുവാനും ഓരോ സമയവും അള്ളാഹുവിന്റെ താഴത്തിലും നമുക്ക് ആഖിറത്തിൽ ഉപകാരമുള്ള കാര്യങ്ങളിലും ആയി നീക്കുവാനും ദുന്യാവിന് വേണ്ടി ശ്രമിക്കുമ്പോഴും നീയത്ത് നന്നായാൽ അത് ആഖിറം കൂടി കിട്ടുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ ഇൽമായി ബന്ധപ്പെട്ടുകൊണ്ട്
അത്യാവശ്യമുള്ള നല്ല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ സമ്പത്തുണ്ടാക്കുമ്പോൾ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആവശ്യമായ ഹലാലായ സമ്പത്തുണ്ടാക്കുക, അത് കൂലിയുള്ള കാര്യമാണ്. അതുപോലെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കുക, അത് കൂടുതൽ ഉണ്ടായിക്കോ കുഴപ്പമൊന്നുമില്ല, നല്ലത് ഹലാലിൽ നിന്നുണ്ടായിക്കോ, ഹലാൽ ചെലവഴിക്കാൻ വേണ്ടി ഉണ്ടായിക്കോ, നല്ല പണിയാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വഴിയിലൊക്കെ നീങ്ങാം. പക്ഷെ എപ്പോഴും ആഖിറത്തിൽ ഗുണം കിട്ടുന്നതാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ റമളാൻ മാസം വരികയാണ്. വിശുദ്ധ റമളാൻ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊയ്ത്തുകാലമാണ്, സെയിൽസിന്റെ ടൈമാണ്. സെയിൽ നടക്കുന്ന സമയമാണ്. അതായത് ഒരു സെയിൽ നടക്കും, ഒരു ബിസിനസ്സുകാരന് നല്ല കച്ചവടം കിട്ടുമെന്ന് പറഞ്ഞാൽ രാവും പകലും ഉറക്കൊഴിച്ചും ബിസിനസ് നടത്തില്ലേ. എന്നാൽ ആഖിറത്തിന്റെ ബിസിനസ്സുകാരായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സെയിൽ നടക്കുന്ന ഈ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയതാണ്. അതുകൊണ്ട് ആ സന്ദർഭത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ഖേദിക്കും, നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങൾ പറയാറുണ്ട്, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. ഞാൻ ദുഃഖിച്ചിട്ടില്ല, ഞാൻ ഖേദിച്ചിട്ടില്ല ഒരു കാര്യത്തിന്റെ മേലും. ഈ ഒരു വിഷയത്തിൽ ദുഃഖിക്കുന്നത് പോലെ. എന്താ വിഷയം? ഒരു ദിവസം അസ്തമിച്ചു, ആ ഒരു ദിവസം അസ്തമിച്ചാൽ അത്ര ആയുസ് കുറഞ്ഞല്ലോ. അലാ യൗമിൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു, ഒരു ദിവസത്തിന്റെ മേൽ ഞാൻ ദുഃഖിക്കുന്നത് പോലെ. എങ്ങനത്തെ ദിവസമാണ്? ആ ദിവസത്തിന്റെ സൂര്യൻ അസ്തമിച്ചു, കഴിഞ്ഞുപോയി. നഖസ ഫീഹി അജലി, അതിൽ എന്റെ ആയുസ് കഴിഞ്ഞു, ആ ഒരു ആയുസ് അതിന് അത്രയും കുറഞ്ഞു. വലം യസ്ദദ് ഫീഹി അമലി, അതിനനുസരിച്ച് എന്റെ അമല് വർദ്ധിച്ചില്ല. ഗുണകരമായ സുന്നത്തായ നവാഫിലാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ കുറഞ്ഞ എന്റെ ആയുസ് കുറഞ്ഞതിനനുസരിച്ച് എന്റെ അമല്, മൂപ്പര് പറയുമ്പോൾ അതാണല്ലോ അതിന്റെ അർത്ഥം. പിന്നെ വർദ്ധിച്ചുമില്ലെങ്കിൽ ആ ഒരു വിഷയത്തിന്റെ മേൽ ദുഃഖിക്കുന്നത് പോലെ വേറൊരു വിഷയത്തിനും ഞാൻ ദുഃഖിച്ചിട്ടില്ല എന്ന്. ദുഃഖിക്കേണ്ടതില്ല. ബാക്കിയുള്ളതൊക്കെ തിരിച്ചെടുക്കാൻ കഴിയും, ഇത് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. തിരിച്ചെടുക്കാൻ കഴിയാത്ത നമ്മുടെ മൂലധനമാണ് നമ്മുടെ ആയുസ്. ആ മൂലധനത്തെ നാം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അതങ്ങനെ കഴിഞ്ഞു പോകും. അവസാനം കഴിഞ്ഞു, ഇന്നാള് മരിച്ചത്രേ, ഇന്നാള് മർഹൂമായി പരേതനായ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പല സുഹൃത്തുക്കളും ഇന്ന് പരേതന്മാരാണ്. അവര് ഖബറിന്റെ അടിയിലാണ്. അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവർ ഖബറിന് സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനൊരു ദിവസം വരും. ആ ദിവസത്തിൽ ആളുകൾ പറയും, ഇന്ന് KICR-ൽ ഇന്ന രൂപത്തിൽ പ്രവർത്തിച്ചിരുന്ന ആള്, അഡ്മിനായി ചെയ്തിരുന്ന ആള്, അല്ലെങ്കിൽ സ്ഥിരമായി അത് കേൾക്കാൻ വന്നിരുന്ന ആള്, അല്ലെങ്കിൽ അതിന് ക്ലാസ് എടുത്തിരുന്ന ഇന്ന ഉസ്താദ്, അദ്ദേഹം ഇന്ന് പരേതനാണ്, അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നൊരവസ്ഥ എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചൊക്കെ വരും, ഓരോരുത്തരെ സംബന്ധിച്ചും വരും. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ആ ബോധത്തിൽ ഇനി വിടങ്ങോട്ട് എന്നും നമുക്കതുണ്ടാവണം. പ്രത്യേകിച്ച് വിശുദ്ധ റമളാൻ വരുമ്പോൾ ഈ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ മാസത്തെ എതിരേൽക്കുവാനും അതിലെ ഓരോ ലഹളകളും ഓരോ സെക്കൻഡുകളും ഓരോ സമയങ്ങളും ഓരോ അവസരങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനുവേണ്ടിയാണ് ആ പരിശുദ്ധ റമളാനിന്റെ ആ മഹത്വം അതിന്റേതായ അർഹിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കി ആ സമയത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ബാബുർ റയ്യാൻ എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് റമളാനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിശാലമായി പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഓരോരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാണ്. ആ ഓരോരോ വിഷയങ്ങൾ അവർ പഠിച്ച് അതിനെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ എല്ലാം ഒരുമിച്ച് കൂട്ടി എല്ലാം ജംഅ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരും. അതിനെ നിങ്ങൾ അർഹിക്കുന്ന വിധത്തിൽ പരിഗണിക്കുകയും അതിനു വേണ്ടുന്ന സേവനങ്ങൾ നടത്തുകയും ചെയ്താൽ അത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിനെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുവാൻ അതിലേക്ക് അല്ലാഹു നമ്മെ എത്തിച്ചു തരുമാറാവട്ടെ. ഒരുപാട് റമളാനിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചു തരുമാറാവട്ടെ. ആ മാസങ്ങളെയും എല്ലാ സമയങ്ങളെയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്തുവാനും രാജാതിരാജനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇഹപര വിജയം സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വിഷയത്തെ നിങ്ങൾ ഏറ്റെടുത്ത് മുന്നേ നൂറിൻ അലാ നൂറ് ഏറ്റെടുത്തതുപോലെ അതുപോലെ ഇപ്പോൾ
ബുഷ്റാക്ക് മൂല്യവും അത് ഏറ്റെടുത്തതുപോലെ ഭംഗിയായി ആ വിഷയത്തെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.